ഞാൻ അതിനെക്കുറിച്ച് കമൻ്റൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഒരു കപ്പായിട്ടുള്ളൊരു ഇരിപ്പുണ്ടല്ലോ, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ് ഈ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ അവരുടെ സുരക്ഷയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ താല്പര്യം, ആഘോഷിക്കപ്പെട്ടൊരു താല്പര്യമുണ്ടല്ലോ. നേരത്തെ ഒരു കേസ് വന്നപ്പോൾ ഒരു കപ്പിൽ എഴുതി വെച്ചിട്ട് ആ കപ്പ് നിങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെ അദ്ദേഹം ആ കപ്പിലെ വെള്ളം കുടിക്കുന്നത് കാണിച്ചല്ലോ. എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ? മുഖ്യമന്ത്രിയുടെ പോലീസാണ് ഒരു സ്ത്രീ ഫോണിൽ വിളിച്ചിട്ട്, ഒരു മന്ത്രിയുടെ ഭാര്യ ഫോണിൽ വിളിച്ചിട്ട് അവിടെ വന്ന് എന്താണെന്ന് അന്വേഷിക്കാതെ അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് അവരെ കാണാതെ നേരെ അതേ ജീപ്പിൽ തന്നെ തിരിച്ചു പോയത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കിട്ടാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് കിട്ടാൻ പോകുന്നത്? മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മറ്റേ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഒരു സ്ത്രീ വിളിച്ചല്ലോ, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അവരെ ആക്രമിക്കുകയാണ്, മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് അവരുടെ നിന്ന് ഈ ഫോൺ തട്ടിപ്പറിക്കുകയാണ്. അവർ ഹെൽപ്പ് എന്ന് പറഞ്ഞ അവർ തന്നെ പറഞ്ഞല്ലോ, വിളിക്കുകയാണ്. അവർ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇത് പറയില്ലായിരുന്നു. അവർ വന്ന് പറഞ്ഞല്ലോ, അവർ ഉറക്കെ വിളിക്കുകയാണ്, അവർ പോലീസിനെ വിളിക്കുകയാണ്, പോലീസ് വരികയാണ്. വന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചോ? ഇവരാരെങ്കിലും ആക്രമിച്ചെന്ന് അന്വേഷിച്ചോ? അവർക്ക് പരിക്ക് പറ്റിയെന്ന് അന്വേഷിച്ചോ? അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയോ? പിന്നെ എന്തു പോലീസാണ്? ഏത് സ്ത്രീക്കാണ് കേരളത്തിൽ ഈ പോലീസിനെ കൊണ്ട് സുരക്ഷ കിട്ടുന്നത്? അല്ലെ മന്ത്രിയുടെ ഭാര്യയാണെന്ന് ഓർത്തിട്ട് പേടിച്ചോടിയതാണ്? എന്താണ് നടന്നത്? മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. എല്ലാത്തിലും ഒരു മൗനമുണ്ട്, മിണ്ടാതിരിക്കൽ. ആ മിണ്ടാതിരിക്കൽ ഇക്കാര്യത്തിൽ പറ്റില്ല. കാരണം സ്ത്രീ സുരക്ഷയുടെ ഏറ്റവും ടോപ്പിലുള്ള ആളാണെന്ന് പറഞ്ഞാൽ ആ കപ്പം പിടിച്ച ഇരിപ്പുള്ള ഫോട്ടോയാണ് എൻ്റെ മനസ്സിൽ ഈ സംഭവം വന്നത്. അപ്പം അതെല്ലാം വെറും PR ആയിരുന്നു, പ്രചരണമായിരുന്നു. യഥാർത്ഥത്തിലുള്ള മനസ്സിലിരിപ്പ് ഇതൊന്നും അല്ലായിരുന്നു. അല്ലല്ല, ഇത് വ്യക്തിപര, അതെങ്ങനെ രാഷ്ട്രീയമാണ്? അതേ UDF ആണെന്നും പറഞ്ഞു. UDFിൻ്റെ പണി ഇതാണ്? അല്ല, UDFിൻ്റെ പണി ഇതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതി പറഞ്ഞത് എങ്ങനെ UDF പറയണതാണെന്ന്? അപ്പോൾ UDFിൻ്റെ പണി UDF ചെയ്താണെന്ന്. ഞങ്ങൾ പോയിട്ട് ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സംസാരിച്ച് ഇദ്ദേഹത്തിനെതിരായിട്ട് പ്രചരണം നടത്താൻ ഞങ്ങൾ പറഞ്ഞ അങ്ങനെയാണ് മന്ത്രിമാരുടെ ഭാര്യമാരോട് പോയി പറയലാണ് ഞങ്ങളുടെ ജോലി, ഭർത്താവിനെതിരെ പറയാൻ വേണ്ടിയിട്ട്. ഇത് അവരുടെ കുടുംബത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഞങ്ങളിൽ ഒരാൾ ഇപ്പോഴാണ് പ്രതികരിക്കുന്നത് അല്ലേ? അവർ വന്ന് പ്രതികരിച്ചതിന് ശേഷമാണ്. അതിന് മുമ്പ് ഓൺലൈനിലും മറ്റതിലും മറിച്ചിലൊക്കെ വന്ന് എന്നോട് പലരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല, കാര്യം അറിയാതെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. കാര്യം അറിയാതെ ആരും ഒന്നും പറയരുതെന്നാണ് എന്നോട് വിളിച്ചു ചോദിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞു. വിവരം അറിയാതെ ഒന്നും പറയരുത്, കാരണം വല്ല എന്താ പ്രശ്നമെന്ന് നമുക്കറിയില്ല. പക്ഷേ അവർ തന്നെ വന്ന് മാധ്യമങ്ങളോട് അവർക്കുണ്ടായ സംഭവങ്ങൾ വിവരിക്കുകയും അവിടെ പോലീസിൻ്റെ അനാസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയും, പോലീസ് അവരെ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ച് പോവാണ്. നിങ്ങളൊന്നത് ആലോചിച്ച് നോക്കിയേ. അവരുടെ പരാതിയുടെ പുറത്ത് വരുന്ന പോലീസ് അവരെ കാണാതെ അവരെ മുറിയിൽ അടച്ചു പൂട്ടിയിട്ട് അവരെ ബലപ്രയോഗം നടത്തുകയാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് മന്ത്രിയുടെ. എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ് ഇത്! എന്തൊരു മന്ത്രിസഭയാണ്! നാണമായിട്ട് വയ്യ നമുക്ക് നാണോ? ഇവർക്ക് നാണോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നാണമായിട്ട് വയ്യ ഇത് കണ്ടിട്ട്. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെന്ന് ഇതിപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം എടുത്തൊരു നിലപാടുണ്ടല്ലോ, ആ നിലപാടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ. മുഖ്യമന്ത്രി എന്തു പറയുന്നു, എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ്. എന്ന് പറയട്ടെ. ഇപ്പം മനസ്സിലായല്ലോ കോൺഗ്രസ് ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം. അതല്ലേ ഏറ്റവും പ്രധാനം. ഞാൻ പറയുന്നത് ഞാൻ അവരുടെ നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസും അവരുടെ ആ പരാതിയുടെ പുറത്ത് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? 2 തരത്തിലുള്ള നടപടി എടുക്കാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. ഇദ്ദേഹം എന്ത് പറയുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്നിട്ട് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത്, പ്രത്യേകിച്ച് പറയേണ്ട വിശേഷമൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. രാത്രി കാലങ്ങളിൽ സ്വന്തം വീട്ടിൽ രക്ഷയില്ല. സ്വന്തം വീട്ടിലൊരു അനുഭവം ഉണ്ടായിട്ട് സ്ഥിതിയാണ്. പിന്നെയാണ് രാത്രികാലം ഇനി പുറത്തിറങ്ങി നടന്ന ഇവരുടെ ഭരണകാലത്ത് സ്വന്തം വീട്ടിൽ സ്ഥിതിയില്ല. ഇതേ സംഭവങ്ങൾ അദ്ദേഹത്തിന് നേരത്തെ ചോദിച്ചത് ഞാൻ കേട്ടായിരുന്നു. 5000 പ്രണയം, ഇതിനു മുമ്പും ഇതുപോലത്തെ സംഭവങ്ങൾ, സമാനമായ സംഭവങ്ങളെല്ലാം ഉണ്ടായതാണ്. അത് ഒരാൾക്ക് 5000 പ്രണയം ഉണ്ടാകുന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് നമ്മളൊന്നും അതിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഇത് വ്യക്തിപരമല്ല, ഇത് സ്ത്രീയുടെ പരാതിയാണ്.
ഒരാൾ എത്ര പേരെ പ്രണയിക്കുന്നു, എത്ര പേരുമായിട്ട് ബന്ധപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യം. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു സ്ത്രീയുടെ പരാതിയാണ്. ഒരു സ്ത്രീയെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് ആക്രമിച്ചത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. എന്നിട്ട് പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നു, പോലീസ് ഒന്നും ചെയ്യാതെ അവരുടെ പരാതി പോലും കേൾക്കാതെ അവരെ രക്ഷപ്പെടുത്താതെ അവർ മടങ്ങിപ്പോകുന്നു. അവർ ഓടി പുറത്തിറങ്ങി അവരാണ് രക്ഷപ്പെടുന്നത് സ്വയം. അത് പരിതാപകരമായ ഒരവസ്ഥയാണ്. ഇദ്ദേഹം പറയട്ടെ, മറുപടി പറയട്ടെ. ശ്രീ പിണറായി വിജയൻ മറുപടി പറയട്ടെ.